ഇന്ന് ലോകത്തിനും മുഴുവനും വേണ്ടിയും, പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാ കുടുംബത്തിനു വേണ്ടിയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് ലോകത്തിലുള്ള ഓരോ കുടുംബങ്ങളെയും ഓർത്താം. നമ്മുടെ കുടുംബത്തെ പ്രത്യേകമായി നമുക്കൊന്ന് ഓർത്ത് നോക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഈശോ ഇല്ലാത്ത അവസ്ഥ എത്ര വേദനാജനകവും ദയനീയവുമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ സാന്നിധ്യമില്ലാതെ വരുമ്പോൾ ബാബേൽ അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ നാം തന്നെ അനുഭവിക്കാറുള്ളവരാണ്. എന്നാൽ ലോകത്തിൽ ഈശോയെ അറിയാത്ത, ഈശോയുടെ സ്നേഹം സ്വീകരിക്കാൻ കഴിയാത്ത അനേകം മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യം കർത്താവ് ഇന്ന് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മുടെ കുടുംബങ്ങളെ പോലെ തന്നെ മറ്റുള്ള കുടുംബങ്ങളും ഈശോയെ അറിയണമെന്നും, നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്ന ബാബേൽ അനുഭവം ഒരു കുടുംബങ്ങളിൽ സംഭവിക്കാതെ എല്ലായ്പ്പോഴും എല്ലാ കുടുംബങ്ങളിലും ഒരു സെഹ്യോൻ അനുഭവം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബത്തിനും വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രണ്ട് കരങ്ങളും തമ്പുരാന്റെ മേൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ കർത്താവേ ഞങ്ങൾക്ക് തരണമേ. ആ സ്നേഹത്തിലൂടെ ലോകത്തിലുള്ള എല്ലാ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആഗ്രഹത്തോടുകൂടെ കരങ്ങൾ ഉയർത്തി എല്ലാ പ്രിയപ്പെട്ട മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്നേഹത്തോട് സ്തുതിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് രാജാവായി വാഴട്ടെ. ഓരോ കുടുംബത്തിലും കർത്താവിന് രാജത്വം പ്രകടമാകട്ടെ. ആഗ്രഹിച്ച് സ്തുതിക്കുന്നു, ആഗ്രഹിച്ച് സ്തുതിക്കുന്നു, തീക്ഷ്ണതയോട് സ്തുതിക്കുന്നു, സ്നേഹത്തോട് സ്തുതിക്കുന്നു, വിശ്വാസത്തോട് സ്തുതിക്കുന്നു, പ്രത്യാശയോട് സ്തുതിക്കുന്നു, ത്യാഗത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കുടുംബങ്ങളിലും അങ്ങയുടെ രാജത്വം പ്രകടമാകണമേ. അങ്ങയുടെ കൃപയിൽ നിന്ന് ഒരു കുടുംബത്തിനും മാറിപ്പോകാൻ ഇടയാകല്ലേ. പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകൾക്ക് കർത്താവിന്റെ ഉത്തരമുണ്ട്. യാക്കോബ് 5:15 വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗികളെ സുഖപ്പെടുത്തും. വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം, സ്നേഹത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും കൂപ്പിപ്പിടിച്ച് നമുക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും നീ ഏറ്റെടുക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും, ഈ ശബ്ദം കേൾക്കുന്ന, എന്നെ കാണുന്ന, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സമീപത്തുള്ള ഒരു 10-20 കുടുംബത്തെ ഒന്ന് ഓർക്കാം. ഏറ്റവും വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്, സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. കുടുംബനാഥന്മാർ പറയുന്നത് അത് അനുസരിക്കാൻ കഴിയാത്ത ഭാര്യയും മക്കളും, കുടുംബനാഥൻ്റെ ആശയത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ വിശ്രമിക്കുന്ന കുടുംബാംഗങ്ങൾ, പലപ്പോഴും കുടുംബത്തെ നേർവഴിക്ക് നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി രാവും പകലും അധ്വാനിച്ച് നേർവഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ കുടുംബനാഥനെയും വിമർശിക്കുന്ന മറ്റു കുടുംബാംഗങ്ങൾ, അംഗങ്ങളെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. കുടുംബനാഥൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവേ, കുടുംബാംഗങ്ങളായ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുടുംബനാഥ, വീട്ടിലെ അമ്മ കുടുംബാംഗങ്ങളെ, അപ്പനെയും മക്കളെയും കുടുംബത്തിൻ്റെ അംഗങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ അമ്മ ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും അമ്മയുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ നമുക്ക് ഓർക്കാം. ഈ സമയത്ത് മാതാപിതാക്കന്മാരെ കുടുംബത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവെ, മാതാപിതാക്കന്മാരുടെ മേൽ ഒരു കരുണയുണ്ടാകണമേ. മാതാപിതാക്കന്മാർ പരസ്പരം സ്നേഹമുള്ളവരാകുവാൻ, അവർ കുടുംബത്തിന് കൊടുക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ കഴിയുവാൻ കർത്താവെ ഒരു കൃപ ഒരു അപ്പൻ്റെയും അമ്മയുടെയും മേൽ അയക്കുവാൻ വേണ്ടി ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ കർത്താവിന് മുമ്പിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ മക്കളെ ഓർക്കാം. മക്കൾക്ക്
ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന മക്കൾ 10, 25, 30 വർഷങ്ങൾക്ക് മൂത്ത കാരണവന്മാരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ നവയുഗത്തിൽ മക്കൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. മക്കൾക്ക് ആ കാലഘട്ടത്തിന്റെ വ്യതിയാനം ഉൾക്കൊണ്ടുകൊണ്ട് മാതാപിതാക്കന്മാരെ അനുസരിക്കാനോ സ്നേഹിക്കാനോ അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടോ ജീവിക്കാനോ കഴിയാതെ വിഷമിക്കുന്ന മക്കൾ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും അനുഭവിക്കണമെന്നും ആഗ്രഹിക്കുന്ന കർത്താവ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, വല്യപ്പനും വല്യമ്മയും ഒക്കെ വാർദ്ധക്യത്തിലായിരിക്കുന്നു, പരിചരിക്കാൻ കുടുംബാംഗങ്ങൾ കഴിയാതെ വരുന്നു, അവരൊക്കെ ഓർക്കാം. കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെ ഓർക്കാം. കുടുംബ സംവിധാനങ്ങളെ ഓർക്കാം. കുടുംബ സംവിധാനങ്ങളെ ഓർത്ത് ദൈവമേ കുടുംബത്തിൻ്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമെന്ന് ആഗ്രഹിക്കാം. കർത്താവെ, കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആശ്രയിച്ചും വിശ്വസിച്ചും ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങളുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഈ പ്രാർത്ഥനയുടെ ശബ്ദം കർത്താവേ സ്വർഗം സ്വീകരിക്കട്ടെ. ഞങ്ങളിതാ കുടുംബാംഗങ്ങൾ പരസ്പരം ദൈവ കൃപയിൽ ഐക്യത്തിൽ സ്നേഹത്തിൽ ഒന്നാകാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും ഒരു അഭിഷേകം കുടുംബത്തിൽ വർഷിക്കണമേ കർത്താവേ. എല്ലാ കുടുംബങ്ങളിലേക്കും നിന്റെ കൃപ വർഷിക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. ഹല 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 ഹല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിനെ പൂർണ്ണമായിട്ടും ഇപ്പോൾ നമ്മൾ ഈശോയ്ക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളെ കുടുംബങ്ങളെ പൂർണ്ണമായും തിരുക്കുടുംബത്തിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവഹിതം ആരായുന്നവരാകുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരാകുവാനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടാം. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ഹിതം ആരായുവാൻ, ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ദൈവത്തിൻ്റെ ഹിതം ആരായുവാനുള്ളൊരു കൃപ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രതീക്ഷിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, ഈ കുടുംബത്തെ കാക്കേണമേ. എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയണമേ. ഈശോ, മറിയം, യൗസേപ്പേ, ഈ കുടുംബത്തെ കാക്കേണമേ. എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹമില്ലാതെ എല്ലായ്പ്പോഴും നിന്റെ തിരുഹൃതം തേടാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആകുകയില്ല കർത്താവേ. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിന്നോട് ആലോചന ചോദിക്കുവാൻ കർത്താവേ, തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് കുടുംബം നേരിടുന്ന വലിയ വെല്ലുവിളികളെ ഓർക്കാം. വിശുദ്ധിയോടുകൂടെ ജീവിക്കണമെന്ന് കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കഴിയുന്നില്ല. ഈശോയുടെ ഇഷ്ടം അറിഞ്ഞ് ഈശോ പറയുന്നത് പോലെ ജീവിക്കണമെന്ന് കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കഴിയുന്നില്ല. ലോകത്തിലെ പ്രതിസന്ധികൾ കുടുംബത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുകയും അതിന് ഉത്തരം തരികയും ചെയ്യും. മർക്കോസ് 11:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വാഴ്ത്തപ്പെട്ട മറിയം മാർഗരറ്റിനോട് ഈശോ ഇപ്രകാരം ആവശ്യപ്പെട്ടു. ഓരോ കുടുംബത്തോടും പറയുക, ഓരോ കുടുംബാംഗങ്ങളെയും ഈ സന്ദേശം അറിയിക്കുക, നിങ്ങളുടെ കുടുംബത്തെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. എൻ്റെ തിരുഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട സംരക്ഷണ കോട്ടയാണ്. നിങ്ങളുടെ കുടുംബത്തെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ
ഓരോ കുടുംബാംഗങ്ങളോടും ആവശ്യപ്പെടുക. തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബം ഈശോയുടെ തിരുരക്തത്താൽ കഴുകി സുരക്ഷിതവും ഈശോയുടെ സ്വപ്നത്തിനനുസരിച്ച് വളരുന്ന കുടുംബവുമാകും. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ ഇപ്പോൾ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓരോ കുടുംബങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം പ്രാപിക്കുവാൻ എല്ലാ കുടുംബാംഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുവാൻ നമുക്കൊന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഗായക സംഘത്തോട് ചേർന്ന് ഈരടികൾ പാടി ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങളെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഈശോ ഇപ്പോൾ വിശ്വാസപൂർവ്വം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള വരം ലഭിച്ചിട്ടില്ല. ഇതാ ഈ മധ്യസ്ഥ പ്രാർത്ഥന ടീമിന് കർത്താവേ പ്രാർത്ഥിക്കാനുള്ള വരം ലഭിച്ചതിനാൽ, കൃപ ലഭിച്ചതിനാൽ, അനുഗ്രഹം തന്നതിനാൽ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതുപോലെ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും നിന്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഇപ്പോൾ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയേ നിൻ തിരുഹൃദയത്തിൽ ഈ കുടുംബത്തെ നൽകിയിടുന്നു. ഈശോയേ നിൻ തിരുഹൃദയത്തിൽ ഈ കുടുംബത്തെ നൽകിയിടുന്നു. നിൻ തിരുരക്തത്തിൽ കഴുകി നീയെന്നും ഈ കുടുംബത്തെ കാക്കേണമേ. ഈ കുടുംബത്തെ കാക്കേണമേ. ഈശോ മറിയം യൗസേപ്പേ ഈ കുടുംബത്തെ കാക്കേണമേ. എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയണമേ. കാനായിലെ കല്യാണ വീട്ടിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 5-ാം വചനത്തിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുന്നത് നാം കാണുന്നുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അത് ചെയ്യുവാൻ ഈശോ പറയുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്യുവാൻ, ഒരു അഭിഷേകം ലഭിക്കുവാൻ നമ്മൾക്ക് നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, കുടുംബത്തിന് വേണ്ടി, ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ ഈശോ പറയുന്നത് ചെയ്യുവാനുള്ള കൃപ ഓരോ കുടുംബാംഗങ്ങൾക്കും ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് അല്പം ത്യാഗം സഹിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാവോ? മാതാവേ, ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ തരികയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധി ഇല്ല അമ്മേ. ഈശോയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ വിശുദ്ധി ആവശ്യമാണല്ലോ. ഞങ്ങളിൽ നിന്ന് വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. മാതാവേ, അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധി ലഭിക്കാനാണ്. എങ്ങനെയാണ് വിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ജീവിക്കേണ്ടതെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ മാതാവേ. അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം അമ്മേ. അമ്മ ഒന്ന് പ്രാർത്ഥിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മേ തുറക്കപ്പെട്ട അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സ്നേഹത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അമ്മ സ്വീകരിക്കണം. ഓരോ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിൽ കൊടുത്ത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ കഴിവുകൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് 2 കാര്യങ്ങളും ഉയർത്തി സ്തുതിക്കാവോ? ഈ സമയത്ത് ഈരടികൾ പാടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാവേ, നിൻ വിമല ഹൃദയത്തിൽ
നൽകിയിടുന്നു. ശുദ്ധിയോടുകൂടി ജീവിക്കാൻ മാതാവേ നിൻ വിമല ഹൃദയത്തിൽ ഈ കുടുംബത്തെ നൽകിയിടുന്നു. വിശുദ്ധിയോടെന്നും ജീവിക്കാനമ്മേ ഞങ്ങൾക്കു നീ തുണയേകണമേ. ശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾക്കു നീ തുണയാകണേ. ഈശോ മറിയം യൗസേപ്പേ ഈ കുടുംബത്തെ കാക്കേണമേ. എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയണമേ. പ്രാർത്ഥിക്കാം. തിരുസഭ മാതാവ് നമ്മുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന വലിയ സംരക്ഷണങ്ങളെ നമുക്ക് നോക്കാം. വെഞ്ചിരിപ്പിലൂടെ നമ്മുടെ കുടുംബങ്ങളെ ഓരോ മേഖലകളെയും തിരുസഭാ മാതാവ് സംരക്ഷണം കെട്ടി കോട്ട വെക്കുന്നു. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവിൻ്റെ സംരക്ഷണം കടന്നു ചെല്ലുന്നു. കർത്താവ് ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഓരോ കുടുംബങ്ങളിലും യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് തൻ്റെ കർത്തൃത്വം ഓരോ കുടുംബാംഗങ്ങളും സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നാണ്. എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ കുടുംബവും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കാം. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അനേകർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അവർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണ മേഖലകളെല്ലാം നമുക്ക് വിശുദ്ധ മിഖായേലിനും വിശുദ്ധ ഗബ്രിയേലിനും വിശുദ്ധ റഫായേലിനും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ എപ്പോഴും ശത്രു സംരക്ഷകനായിട്ട്, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളിൽ നിന്നും നമ്മളെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതിനായിട്ട് കാവലായിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ മിഖായേലിനോട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ സപ്തദൂതന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലുള്ള 7 ദൂതന്മാരും തങ്ങളുടെ ദൗത്യമനുസരിച്ച് ഓരോരുത്തരും കുടുംബത്തിൻ്റെ വിവിധ മേഖലകളിൽ കാവലുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ കുടുംബങ്ങളെ യൗസേപ്പ് പിതാവിനെ ഏൽപ്പിച്ച്, യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോൾ തിരു കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്ന അങ്ങേക്ക് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണവും ഏൽപ്പിക്കുകയാണ്. ഈ സമയത്ത് ഈരടികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേപ്പ് പിതാവേ നിൻ തിരുകൈകളിൽ ഈ കുടുംബത്തെ നൽകിയിടുന്നു. യൗസേപ്പ് പിതാവേ നിൻ തിരുകൈകളിൽ ഈ കുടുംബത്തെ നൽകിയിടുന്നു. ശത്രുവിൻ കൈകളിൽ ഉൾപ്പെടാതെന്നും ഈ കുടുംബത്തെ കാക്കേണമേ. ഈ കുടുംബത്തെ കാക്കേണമേ. ഈശോ മറിയം യൗസേപ്പേ ഈ കുടുംബത്തെ കാക്കേണമേ. എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയണമേ. അനുഗ്രഹം ചൊരിയണമേ. ഇപ്പോൾ സഭയുടെ ഔദ്യോഗിക ആശീർവാദം പ്രിയപ്പെട്ട വൈദികരിലൂടെ നമ്മുടെ ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ബഹുമാനപ്പെട്ട പുരോഹിതൻ, കർത്താവിൻ്റെ പുരോഹിതൻ ഇപ്പോൾ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അനുഗ്രഹം നമുക്ക് തരുന്നത് സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ക്രമീകരണമാണ് ഓരോ കുടുംബവും. ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വായെയും മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദത്തിന് ജീവിത പങ്കാളിയായി ഹവ്വായെ നൽകി. ഇന്നും ഓരോ കുടുംബവും രൂപപ്പെടുന്നത്
ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കുടുംബവും കുടുംബ സംവിധാനങ്ങളും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് ഓരോ കുടുംബവും. കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് വസിക്കുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യ കൂട്ടായ്മയുണ്ട്. ദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കുടുംബത്തിൽ ജീവിക്കാൻ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബം ഒരു കൂട്ടായ്മ എന്ന ചാക്രിക ലേഖനത്തിൽ തൃത്വൈക മാതൃകയിൽ കൂട്ടായ്മയിൽ വളരേണ്ട ഇടമാണ് ഓരോ കുടുംബവുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മ വളരാൻ, സ്നേഹം വളരാൻ, ഐക്യം വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പുണ്യങ്ങളുടെ ഒരു പൂങ്കാവനമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും എല്ലാം ഇടങ്ങളായി നമ്മുടെ ഓരോ കുടുംബങ്ങളും രൂപാന്തരപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും നമുക്ക് ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം. അതിനെല്ലാം അതിജീവിച്ച് ദൈവീക സംവിധാനം നിലനിൽക്കുകയും വളരുകയും ഫലം ചൂടുകയും ചെയ്യാനിടയാകട്ടെ. ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാണ് ഓരോ കുടുംബവും. കർത്താവ് നട്ട് നനച്ച് പരിപാലിച്ച് സംരക്ഷണം നൽകി വളർത്തുന്ന ഓരോ കുടുംബങ്ങളും ദൈവത്തിൻ്റെതായി വളരാൻ ഫലം ചൂടാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളും ദൈവകൃപയാൽ നിറയാൻ പരിശുദ്ധാത്മാഭിഷേകം ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.